മലയാളത്തിൻ്റെ മോഹൻലാൽ പടം എമ്പുരാൻ റിലീസാകാൻ വേണ്ടി പോവാണ്. ഇത്രമാത്രം ഒരു പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അത്രമാത്രം ഹൈപ്പിലാണ് ഈ പടം വരാൻ വേണ്ടി പോകുന്നത്. ഇതിനോടകം തന്നെ 36 പേരുടെ ക്യാരക്ടർ പോസ്റ്റർ പടം റിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലൻ്റെ ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ പല ആൾക്കാരുടെ പേരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ആ ഒളിഞ്ഞിരിക്കുന്ന ആ ക്യാരക്ടർ റിവീലിംഗ് ആണ്. കുറേ ആൾക്കാർ പറയുന്നത് ആ ക്യാരക്ടർ പോസ്റ്റർ കാണിക്കുന്നത് ഫഹദ് ഫാസിലാണെന്നാണ്. ചില ആൾക്കാർ പറയുന്നത് അത് അമീർ ഖാൻ ആണെന്നുള്ള കാര്യം. എങ്കിൽ ഞാൻ പറയുന്നു ഇവർ ആരുമല്ല. ഇത് പറയാൻ ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് ക്യാരക്ടർ പോസ്റ്റ് വന്ന സമയത്ത് നമുക്ക് പിന്നിൽ നിന്നുള്ള വിഷ്വൽസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ആൾക്ക് അത്ര ഹൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് ഒപ്പം തന്നെ ആൾക്ക് തടിയും ഇല്ല. അതുമല്ല ആ പോസ്റ്ററിൽ കാണിച്ചിരുന്ന ഒരാൾക്ക് ഹൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് ഫഹദ് ഫാസിലല്ല എന്നുള്ള കാര്യം. പിന്നെ വന്ന പേരാണ് അമീർ ഖാൻ. നമുക്ക് അമീർ ഖാൻ അറിയാം, ബോളിവുഡിൽ ഏറ്റവും ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അമീർ ഖാൻ. അമീർ ഖാനെ പോലെ ഒരാൾ മലയാള ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ, അതായത് ലാലേട്ടൻ പോലെയുള്ള ഒരു വലിയ ആളുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ അഭിനയിക്കാൻ വേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടുണ്ട്. കാരണം ആ ക്യാരക്ടർ പോസ്റ്റ് കാണിച്ചാൽ അറിയാം അത് അമീർ ഖാൻ അല്ല എന്നുള്ള കാര്യം. കാരണം അമീർ ഖാൻ ഹൈറ്റ് ഇല്ല. ആ ക്യാരക്ടർ പോസ്റ്റ് കാണിച്ചിട്ട് ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, തടിയുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് അമീർ ഖാൻ അല്ല എന്നുള്ള കാര്യം. അദ്ദേഹത്തെ പോലെയുള്ള സ്റ്റാർഡം ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഇവിടെ വന്ന് അഭിനയിക്കുന്ന കാര്യത്തിൽ 100% അല്ല. ഉറപ്പാണ് അമീർ ഖാനും അല്ല, ഫഹദ് ഫാസിലും അല്ല. ഇതിനിടയ്ക്കാണ് പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറലായില്ല എങ്കിൽ പോലും പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യം ഇതിനകത്തുണ്ട്. അതായത് ഇതിനകത്ത് ഒരു അമേരിക്കൻ സ്റ്റാർ, അതായത് അമേരിക്കൻ വലിയൊരു സ്റ്റാർ ഈ പടത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം. ഇവൻ ആരടാ എന്ന് ഞാൻ അന്വേഷിച്ച് പോയ സമയത്താണ് പെട്ടെന്നൊരു ക്യാരക്ടർ പോസ്റ്റർ അവർ റിലീവ് ചെയ്തത്. അതായത് ഇപ്പോൾ ഇന്നലെ കാണിച്ച ക്യാരക്ടർ പോസ്റ്റർ. ആ പോസ്റ്റർ കണ്ട സമയത്ത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത് റിക്യൂൺ ആണെന്നുള്ള കാര്യം. കാരണം റിക്യൂണിൻ്റെ സെയിം ശാരീര പ്രകൃതിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതേ ഹൈറ്റ്, അതേ തടി, അതേ ഹെയർ സ്റ്റൈല്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ചെവി പോലും ഇരിക്കുന്നത് റിക്യൂൺ അതേപോലെയാണ്. പിന്നെ മലയാളി പൊളിയല്ലേ. ഞാൻ എന്ത് ചെയ്തു, റിക്യൂവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയ സമയത്ത് റിക്യൂവിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ വന്ന കമൻസ് നമ്മുടെ എല്ലാ മലയാളീസും കൂടി ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അവിടെ താഴെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന കാര്യങ്ങൾ. ക്യാരക്ടർ റിവ്യൂവിൽ വന്നതിന് ശേഷം എല്ലാവരും റിക്യൂവിൻ്റെ പേജിൽ കയറിയിട്ട് ചോദിക്കുന്നത് എമ്പുരാൻ എന്ന പടത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. പക്ഷേ ഇതുവരെയായിട്ട് റിക്യൂൺ ആ ഒരു കമൻറ്റിന് താഴെയായിട്ടോ അല്ലെങ്കിൽ അതിന് ഭാഗമായിട്ടോ ഒരു കമൻറ്റ് പോലും ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പേജിൽ നിന്നും, അതായത് ആൻഡ്രിയയും റിക്യൂണും എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൽ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ക്യാരക്ടർ പോസ്റ്റ് റിലീവിങ് മുമ്പ് തന്നെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ പോസ്റ്റ് ഇട്ട പടം തന്നെ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് റിക്യൂൺ തന്നെയാണ് ഈ പടത്തിൽ വില്ലനായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഡ്രാഗൺ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിയേറ്റർ പൂരപ്പറമ്പാവുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം റിക്യൂൺ എന്ന കഥാപാത്രം മുന്നേ ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിലേക്കാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാലറിയാം, ഫാസ്റ്റ് ഫ്യൂരിയസ് സീരീസ് കണ്ടാലറിയാൻ പറ്റും റിക്യൂൺ ഏത് ലെവലിലേക്കാണ് ആ പടം എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ റിക്യൂയുടെ ക്യാരക്ടർ ഈ പടത്തിൽ അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് റിക്യൂന്റെ ഫുൾ ക്യാരക്ടേഴ്സ് റിലീവിങ് വരാൻ വേണ്ടി പോകുന്നത് L3-ലായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ വേറൊരു ക്യാമിയോ റോൾസും കൂടി വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് അടുത്ത വീഡിയോയുടെ അകത്ത് ഞാൻ റിലീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.